അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ്. നമ്മുടെ മക്കളുടെ ടിഫിൻ ബോക്സ് സെറ്റ് ആക്കി എടുക്കല് നമുക്ക് എല്ലാ ദിവസവും ടാസ്ക് ആണ്. വെറൈറ്റി ആക്കിയിട്ടില്ലെങ്കിൽ അവര് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ സ്കൂൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തട്ടിക്കളയും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് നമുക്ക് റൈസ് തയ്യാറാക്കാം. ആ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സാജീരകം, ഒരു ഏലക്കായ, പിന്നെ ഗ്രാമ്പു, അതുപോലെ തന്നെ പട്ട ചെറിയതാക്കി. റൈസിന്റെ കൂടെ അവർക്ക് സ്പൂൺ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ളത്തിലേക്ക് എടുത്തിട്ടുള്ളത് സാജീരകം, ഒരു ഏലക്കായ, പിന്നെ ഗ്രാമ്പു, അതുപോലെ തന്നെ പട്ട ചെറിയതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു ചോറ്റോലേന്റെ പീസ് എടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസും അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസും ഉണ്ട്, ഒരല്പം മാത്രം. മൂടി വെച്ച് 1 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും ചേർക്കാതെ കുറച്ച് ചിക്കന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ചിക്കൻ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റും ഒരു പകുതി പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഒരുമിച്ച് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കിഴങ്ങിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടായി കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഫ്ലേവറിന് അല്പം മാത്രം മല്ലിയിലയും പുതിനയിലയും കൂടെ ഓരോ ലീഫ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്കായപ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മാത്രം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിലേക്കൊന്ന് റൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ 2 ആളെ ലഞ്ച് ബോക്സിലും ഞാൻ റൈസ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കുറച്ച് ക്യാരറ്റും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് കുറച്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പീസ്, വളരെ കുറഞ്ഞ 2 പീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഓവറായിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കാതെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ ചെറിയ 2 പീസുകൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. സ്നാക്സിനായിട്ട് അവർക്ക് ഇന്ന് ഞാൻ നേന്ത്രപ്പഴമാണ് വഴറ്റി എടുത്തിട്ടുള്ളത്. ജസ്റ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണത്. പത്ത് മണിക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് അത് കഴിക്കുക. പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ലഞ്ച് ബോക്സും എല്ലാം ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 2 പേർക്കും വാട്ടർ ബോട്ടിൽ വെള്ളമാക്കി എടുത്തിട്ടുണ്ട്.
ഞാൻ റൈസിന്റെ കൂടെ അവർക്ക് സ്പൂൺ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പൊ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തേത് ഇത്രയും കുറച്ച് വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും വീട്ടിൽ വെജിറ്റബിൾസ് വാങ്ങുന്നത്. ഇവിടെ അങ്ങനെയാണ്. അപ്പൊ ഈ ആഴ്ച വാങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് അടുത്ത ആഴ്ച വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മക്കൾക്കുള്ളത് സെപ്പറേറ്റ് 1-2 സാധനം സെപ്പറേറ്റ് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരു ആഴ്ച മൊത്തമായിട്ട് നമ്മൾ ആ സാധനം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ആഴ്ച കഴിക്കും. വീണ്ടും തുടർന്നും രണ്ടാമത്തെ ആഴ്ചയും കൂടെ വരുമ്പോൾ അവർക്ക് ചെറിയൊരു മടുപ്പ് വരും. അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റി മാറ്റി കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് റൈസിന്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെങ്കിലൊക്കെ അവർക്കും തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.